ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുസ്തക വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങളെപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടതായി തോന്നിയിട്ടുണ്ടോ? ശരിക്കും മനസ്സിൻ്റെ ഉള്ളിലായി വേദനിക്കുന്നത് പോലെയുള്ള ഒറ്റപ്പെടൽ. അതായത് ചുറ്റും ആളുകളുണ്ടെങ്കിലും ആരും നിങ്ങളെ കാണുന്നില്ലെന്ന് തോന്നൽ. ഒറ്റപ്പെടൽ എന്നത് നമുക്ക് ചുറ്റും ആളുകളില്ലാത്തത് കൊണ്ട് തോന്നുന്നതല്ല, മറിച്ച് ബന്ധങ്ങൾ ഇല്ലാതാകുന്നതാണ്. നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ? ഒറ്റപ്പെടലിന് പല മുഖങ്ങളുണ്ട്. റിലേഷൻഷിപ്പുകളിലുണ്ടാകുന്ന സൈലൻസ് ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്പിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാതാകുന്നതായിരിക്കാം, നമ്മുടെ സ്വന്തം വീടുകളിൽ തന്നെ നമ്മളെ മനസ്സിലാക്കാതിരിക്കുന്നതിൻ്റെ വേദനയുമായിരിക്കാം. സത്യം പറഞ്ഞാൽ നമ്മളെപ്പോഴും ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും തുറന്നു പറയാറില്ല. നമ്മളത് ഒളിപ്പിച്ചു വെക്കും. ഓക്കെയാണെന്ന് അഭിനയിക്കുമ്പോഴും വളരെ അടുത്തട്ടിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ആരെങ്കിലും ഒരാൾ വന്ന് നിങ്ങൾ ഒക്കെയാണോ എന്ന് ചോദിക്കാനായിരിക്കും. പക്ഷേ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ആരും ഒറ്റയ്ക്കല്ല. നിങ്ങളും ഞാനും നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ ആളുകൾ ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും മറ്റും കാണുന്ന വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മുഖങ്ങൾക്ക് പിന്നിൽ പോലും നിശബ്ദമായിട്ടുള്ള ഒറ്റപ്പെടലുണ്ടായിരിക്കാം. ഏറ്റവും കരുത്തരായിട്ട് തോന്നുന്ന ആളുകൾ പോലും ചിലപ്പോഴൊക്കെ കരയാറുമുണ്ടായിരിക്കാം. മാറ്റങ്ങൾക്കായി വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ ചില കാര്യങ്ങൾ കൊണ്ട് മാത്രം അത് തുടങ്ങാനായിട്ട് പറ്റും. ചിലപ്പോൾ അതൊരു നടത്തമായിരിക്കും, ഒരു ദീർഘനിശ്വാസമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ മെസ്സേജ്, പേടിയില്ലാത്തൊരു പുഞ്ചിരി. ബന്ധങ്ങൾ തുടങ്ങാൻ ഒരു ചെറിയ സ്റ്റെപ്പ് തന്നെ മതിയാകും. പുതിയ ബന്ധങ്ങൾ തുടങ്ങുന്നത് മാത്രമല്ല ഒറ്റപ്പെടൽ മാറ്റാനുള്ള ഒരേ ഒരു പോംവഴി. മറ്റു പലതുമുണ്ട്. നമ്മൾ ചെറുതാണെന്ന് കരുതുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ചിലപ്പോൾ നമ്മളതിനെ തീരെ ശ്രദ്ധിക്കാതെ അങ്ങ് വിടും. പക്ഷേ ആ ചെറിയ കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ, നമ്മൾക്ക് സന്തോഷം തരുന്ന വളരെ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങും. നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക എന്ന് തന്നെയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോൾ അത് നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള നമ്മളുടെ ഏതെങ്കിലും ഒരു ഹോബി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ കഴിയാതെ പോയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. ഒരു പക്ഷേ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ചെയ്യണോ വേണ്ടോ എന്ന് മനസ്സിൽ വളരെയധികം കുഴക്കിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുമാവാനും മതി. അങ്ങനെ വളരെ ഒരു നല്ല ഹോബി വളർത്തിയെടുക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടും മുഴുകിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒറ്റപ്പെടൽ ഒരു പരിധിവരെ മാറ്റാനായിട്ട് പറ്റും. നേരത്തെ എഴുന്നേൽക്കുന്നതും വ്യായാമം ചെയ്യുന്നതും സുഹൃത്തുക്കളുമൊപ്പം സമയം ചെലവിടുന്നതും ഒന്ന് നടക്കാൻ ഇറങ്ങുന്നതും ആളുകളുമായിട്ട് സംസാരിക്കുന്നതും എല്ലാം ഇതിന് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾക്ക് പ്രിയപ്പെട്ടവരോടൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കുമ്പോഴാണ് നമ്മൾക്കും ആരെങ്കിലും ഉണ്ടെന്നുള്ള തോന്നൽ വരുന്നത്. നമ്മളെ ഇമോഷണലി ഡ്രെയിൻ ചെയ്യിക്കുന്ന ആളുകളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, നമ്മളെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകളുമായിട്ട് എപ്പോഴും ബന്ധം തുടരണമെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്കൊരിക്കലും ഗുണം ചെയ്യാത്ത ബന്ധങ്ങളാണ്, നിങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ നിങ്ങളെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളതെങ്കിൽ ആ ബന്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ്, അങ്ങനെയുള്ള ആളുകളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നിങ്ങളുടെ ഒറ്റപ്പെടലിന് നല്ലത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവുകയല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്പേസിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സ്പേസിൽ നിങ്ങളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. നിങ്ങളെ തളർത്തിക്കളയുന്ന വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പിക്കുന്ന വ്യക്തികളോ അവിടെ ഉണ്ടാവില്ല. ഫേക്കായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ അല്ലെങ്കിൽ ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാവുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഏറ്റവും അടുത്തറിയുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് നല്ല മനുഷ്യരുണ്ടായാലും മതി. അവരുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്താലും മതി. മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനായിട്ട് ആരെയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് തന്നെ ചെയ്തു തുടങ്ങാം. ചിലപ്പോൾ അത് ചെറിയ ചില കാര്യങ്ങളായിരിക്കും, പക്ഷേ അത് തുടങ്ങുന്നതിലൂടെ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന ഈ ഒരു ഒറ്റപ്പെടൽ പതിയെ പതിയെ ഇല്ലാതാവും, നമ്മൾ പോലും അറിയാതെ. അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ലോൺലിനെസ് എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അതൊരു ചാപ്റ്റർ മാത്രമാണ്, പക്ഷേ ജീവിതത്തിൻ്റെ അവസാനമല്ല.
ആരെങ്കിലും ഒരാൾ തീർച്ചയായിട്ടും നിങ്ങളെ കാണുന്നുണ്ടാവും, നിങ്ങൾക്ക് വേണ്ടി കെയർ ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ടാവും, നിങ്ങളെപ്പോഴും സന്തോഷമുള്ളവരായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള മനുഷ്യന്മാരെ കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളാണ് നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെറിയ ഹോബീസ് ചെയ്തു തുടങ്ങുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മനുഷ്യരുമായിട്ട് സംസാരിച്ചു തുടങ്ങുക. നിങ്ങളെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് എനർജി മാത്രം നൽകുന്ന മനുഷ്യന്മാരെ പരമാവധി ഒഴിവാക്കി നിർത്താൻ ശ്രമിക്കുക. ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ടാവുമെന്ന് വിശ്വസിക്കുക. ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ വന്നതിനും ഒരു കാരണമുണ്ടാവും. ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ഹീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.